സ്വാമി ഗുരുശ്രീ എഴുതിയ അത്രയിതം നവ ജ്ഞാനോദയ സംഹിത അധ്യായം 1 ചൈതന്യം ഭാഗം 21 ആത്മനൊമ്പരങ്ങൾ ഈശ്വരപ്രഭാവത്തിൽ പതിയും. ചൈതന്യത്തിന് മനുഷ്യരുടെ ആത്മനൊമ്പരം വിവേചിച്ചറിയാനുള്ള അത്ഭുത ശക്തിയുണ്ട്. പ്രജ്ഞപ്രഭയിൽ വിന്യസിക്കുന്ന വികാര വിജൃംഭണങ്ങൾ തിരിച്ചറിയാനുള്ള വിശാലതയുണ്ട്. അവ ബ്രഹ്മചൈതന്യത്തിൻ്റെ പ്രഭാവലയത്തിൽ പ്രതിബിംബിക്കാനും അതിൽ നിലനിർത്താനും വിനിമയം ചെയ്യാനും ഉള്ള ശക്തിയുണ്ട്. ആത്മൻ്റെ പ്രജ്ഞപ്രഭയുമായും മറ്റ് പ്രജ്ഞപ്രഭകളുമായും ആദേശനിദേശങ്ങൾ ചെയ്യുന്നതിനുള്ള അത്ഭുതസിദ്ധിയുമുണ്ട്. നിർഗുണ ബ്രഹ്മത്തിൻ്റെ പ്രഭാവത്തിൽ നിന്നും പ്രജ്ഞയുടെ പ്രസരണത്തിൽ നിന്നും ദീപ്തമാകുന്ന പ്രജ്ഞപ്രഭയ്ക്ക് ആത്മദുഃഖം ആഗിരണം ചെയ്യാനുള്ള സിദ്ധിയുണ്ടെന്ന നിദർശനത്തിൽ വൈരുദ്ധ്യം തോന്നാം. പ്രജ്ഞയും ബ്രഹ്മവും സ്ഫുരണപൂരകം ചെയ്യുമ്പോൾ പ്രഭാവം കൊള്ളുന്ന പ്രജ്ഞപ്രഭയ്ക്ക് ആത്മനൊമ്പരവും പരനൊമ്പരവും ആവാഹിച്ച് പ്രജ്ഞയിലും പരപ്രജ്ഞയിലും പ്രഹേളികകൾ തീർക്കാൻ തക്ക ശക്തിയുണ്ട്. ഇതുതന്നെയാണ് ചൈതന്യത്തിന് ആത്മനൊമ്പരം വിവേചിച്ചറിയാനുള്ള സിദ്ധിയുണ്ടെന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം. ജലവൈദ്യുത പദ്ധതി എന്ന് ഓമനപ്പേരുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അത് ഗുരുത്വാകർഷണ വൈദ്യുത പദ്ധതിയാണ്. ജലം ഒരു മാധ്യമമായി ഒഴുകുക മാത്രമാണ്. ആത്മസംഘർഷങ്ങൾ പ്രജ്ഞാനിർമ്മിതമെങ്കിലും ബ്രഹ്മനിഷ്ഠയിൽ നിന്നും ഉൽപ്പന്നമാകുന്ന അവാച്യതയാണ് പ്രജ്ഞപ്രഭയും അതിൻ്റെ പ്രഭാവ പ്രസരണങ്ങളും എന്നറിയണം. പ്രജ്ഞപ്രഭ എന്ന അധ്യായത്തിൽ സകലതും സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്.